ബഷീർ അവന്റെ വീട്ടിൽ നിന്നും 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 30 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ അവൻ ഇപ്പോൾ വീട്ടിൽ നിന്നും എത്ര അകലെയാണ്? ഇത്തരം ചോദ്യങ്ങള് ധാരാളം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ ചെയ്യേണ്ട എന്താണെന്നറിയോ? ഇതിന്റെ ഒരു ചെറിയ ഗ്രാഫ് വരക്കുക. ഗ്രാഫ് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട, അതിന്റെ പോയ ദിശ ഒന്ന് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇപ്പൊ ബഷീർ എന്താ ചെയ്യുന്നത്? അവന്റെ വീട്ടിൽ നിന്നും 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. ഇവിടെ ഒരു സ്ഥലം തീരുമാനിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഇതാണ് ബഷീറിന്റെ വീട്. 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. ഇതാണ് 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. വീണ്ടും ഇടത്തോട്ട് തിരിയുമ്പം ഇങ്ങനെ പോയിട്ട് ഇടത്തോട്ട് തിരിയുമ്പം താഴോട്ടേക്ക് വരും. താഴോട്ടേക്ക് തിരിഞ്ഞിട്ട് എത്ര? 30 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. ഇത്രയേ ഉള്ളൂ. ആകെ 2 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ഒന്ന് വീട്ടിൽ നിന്ന് 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും അവിടെ നിന്ന് 30 കിലോമീറ്റർ ഇടത്തോട്ടും പോയിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ചോദ്യം എന്താ? ഈ വീട്ടിൽ നിന്ന് ഇവിടേക്കുള്ള അകലം എത്ര? ഈ ചിത്രം വരച്ചപ്പോൾ തന്നെ സംഗതിയൊക്കെ മനസ്സിലായല്ലോ. എന്താ? ഒരു മട്ട ത്രികോണം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു വശം 2 വശം തന്നിട്ടുണ്ട്. മട്ട ത്രികോണമാണെങ്കിൽ അതിന്റെ കർണം കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. കർണം കണ്ടുപിടിക്കാൻ അറിയാലോ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് പാദം സ്ക്വയർ 40 സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ 30 സ്ക്വയർ. 40 സ്ക്വയർ 1600 പ്ലസ് 900 എത്ര വരും? 2500. അതിന്റെ റൂട്ട് 50 മീറ്റർ ആണ്. വീട്ടിൽ നിന്ന് ഇപ്പോൾ അവൻ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം. ഓക്കെ, അടുത്ത ചോദ്യം. 2 സംഖ്യകളുടെ ഉസാഖ 11 ലസാഗു 693 ആണ്. അവയിൽ ഒരു സംഖ്യ 77 ആയാൽ മറ്റേ സംഖ്യ ഏത്? ലസാഗു കാണണമെങ്കിൽ ഇവിടെ 2 സംഖ്യകളെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സംഖ്യ 77 തന്നിട്ടുണ്ട്. പകരം എന്ത് തന്നിട്ടുണ്ട്? ഉസാഖയും ലസാഗുവും തന്നിട്ടുണ്ട്. ഉസാഖയും ലസാഗുവും ഒരു സംഖ്യയും തന്നാൽ മറ്റേ സംഖ്യ എങ്ങനെ കാണും? സിമ്പിൾ ആണ്. ഉസാഖയും ലസാഗുവും തമ്മിൽ ഗുണിക്കാം. 11 ഗുണിക്കണം 693. എന്നിട്ട് തന്ന സംഖ്യ ഉണ്ടല്ലോ 77 കൊണ്ട് ഹരിക്കുക. ഉത്തരായി 77 11 കൊണ്ട് ഹരിച്ചാൽ 7. 693 ഇനി എന്ത് വേണം? 77 കൊണ്ട് ഹരിക്കണം. ഹരിക്കാം അല്ലേ? ഹരിച്ചു നോക്കാം. 69 9 7 63 വീണ്ടും 63 99 ആണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. a പ്ലസ് ബി സമം 5 എ ബി സമം 2 ആയാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്ര? കുറച്ച് ചെയ്യാനുണ്ട്. ക്ഷമയുണ്ടെങ്കിൽ ഇത് ചെയ്യാനും പറ്റുള്ളൂ. പക്ഷെ മനസ്സിലാക്കിയാൽ വളരെ വേഗത്തിൽ ചെയ്യാനും പറ്റും. ഒന്ന് ചെയ്ത് നോക്കാം. എ പ്ലസ് ബി സമം 5 എ ബി സമം 2 എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കാണണം. എ പ്ലസ് ബി സമം 5 എ പ്ലസ് ബി ഓൾ സ്ക്വയർ സമം എത്രയാണ്? 5 സ്ക്വയർ. എ പ്ലസ് ബി ഓൾ സ്ക്വയർ അറിയാലോ. എന്താ അത്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എത്രയാ? 5 സ്ക്വയർ 25. ഈ ചോദ്യത്തിൽ നമുക്ക് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. അതെന്താ? എ ബി സമം 2. എ ബി സമം 2 ആകുമ്പോൾ 2ab എത്ര വരും? എ ബി സമം 2 2ab 4. അപ്പൊ ഇതിനെ മാറ്റി ഇങ്ങനെ എഴുതാം. എ സ്ക്വയർ പ്ലസ് 4 പ്ലസ് ബി സ്ക്വയർ സമം 25. നമ്മുടെ ചോദ്യം എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഈ 4 ഒഴിവാക്കിയാൽ മതിയല്ലോ ഇവിടെ അല്ലേ? ഈ 4 ഒഴിവാക്കാൻ എന്താ വഴി? അത് ഇങ്ങോട്ടേക്ക് ചാടിക്കാം. അപ്പോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം 25. ഈ പ്ലസ് 4 ഇങ്ങോട്ടേക്ക് വരുമ്പോ
-4 21. ഇതാണ് a² + b². അരുൺ 240 മീറ്റർ 24 സെക്കൻഡിൽ ഓടിയെത്തി. വേഗത എന്ത്? മീറ്റർ/സെക്കൻഡിൽ കാണണം. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല. ഇതിൽ തന്നിട്ടുള്ള അളവ് വെച്ച് തന്നെ സുഖമായിട്ട് കണ്ടുപിടിക്കാം. അരുൺ 240 മീറ്റർ എന്താണ് 24 സെക്കൻഡ് കൊണ്ട്. 240 24 കൊണ്ട് ഹരിച്ചാൽ മതി. എത്ര വരും? 10 മീറ്റർ/സെക്കൻഡ് ആണ് ഇതിന്റെ മീറ്റർ/സെക്കൻഡ് പ്രകാരമുള്ള വേഗം. അടുത്ത ചോദ്യം. വിറ്റ വില 87 രൂപ, ലാഭ ശതമാനം 16 ആയാൽ വാങ്ങിയ വില എന്ത്? അപ്പൊ വാങ്ങിയ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് കണ്ടുപിടിക്കാം. വിറ്റ വില എങ്ങനെ കാണുക? വിറ്റ വില കാണാനുള്ള സൂത്രമൊക്കെ എന്താ? അത് എന്തുമായി ബന്ധപ്പെട്ട? അത് വാങ്ങിയ വിലയും ഒന്നുകിൽ ലാഭ ശതമാനം അല്ലെങ്കിൽ നഷ്ട ശതമാനം. ലാഭ ശതമാനമാണെങ്കിൽ എത്ര വരും? എത്ര ശതമാനമാണോ ലാഭമുള്ളത് അതിന്റെ കൂടെ 100 കൂട്ടണം. ഇവിടെ ചോദ്യത്തില് ലാഭ ശതമാനം 16 തന്നിട്ടുണ്ടല്ലോ. അപ്പൊ വാങ്ങിയ വിലയെ 116/100 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് വിറ്റ വില. അപ്പൊ വാങ്ങിയ വില എങ്ങനെ കാണും? ശ്രദ്ധിക്കണം. വിറ്റ വില സമം വാങ്ങിയ വില ഗുണിക്കണം 116/100. 116/100 എങ്ങനെ കിട്ടിയത്? അത് ലാഭ ശതമാനം 16 ആയതുകൊണ്ടാണ്, 16% ആയതുകൊണ്ടാണ്. നഷ്ട ശതമാനമാണെങ്കിൽ 116 പകരം എന്ത് വരും? 100 നിന്ന് 16 കുറച്ചിട്ട്, അതായത് 84/100 കിട്ടും. അത് ഓർമ്മിച്ചാൽ മതി. ഏതായാലും വിറ്റ വില സമം വാങ്ങിയ വില ഗുണിക്കണം 116/100. എങ്കിൽ വാങ്ങിയ വിലയോ? വാങ്ങിയ വില സമം വിറ്റ വില ഗുണിക്കണം 100/116. വിറ്റ വില തന്നിട്ടുണ്ടല്ലോ അല്ലെ? എത്രയാ? 87. അപ്പൊ 87 ഗുണിക്കണം 100/116. ഇതിനെ ഒന്ന് ലഘൂകരിച്ച് നോക്കാം. 116നെയും 100നെയും 4 കൊണ്ട് ഹരിക്കാം. ഹരിച്ചാല് ഇത് 25 കിട്ടും. 116നെ 4 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? 29. ഇനി എന്താ ചെയ്യാ? 87നെ 29 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. 87നെ 29 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 3. 3 ഗുണിക്കണം 25. എത്രയാ? 75 രൂപയാണ് വാങ്ങിയ വില. വിറ്റ വില 87. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു വരിയിൽ ജോണി മുന്നിൽ നിന്നും 9-മതും പിന്നിൽ നിന്നും 8-മതും. വരിയിൽ ആകെ എത്ര പേർ? ഇത് സിമ്പിൾ ആണ്. ഇതാ ഒരു വരി, അതിൽ ജോണി ഇവിടെ. ഒരു വരിയിൽ ജോണി മുന്നിൽ നിന്നും 9-മത്, ഇങ്ങോട്ടേക്ക് 9, ഇങ്ങോട്ടേക്ക് 8. അപ്പം എത്ര ഉണ്ടെന്ന് ചോദിക്കുമ്പോ 9 + 8 17 എന്ന് പറയരുത്. 9ഉം 8ഉം കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് 1 കുറച്ചാൽ മാത്രമേ ആ ഉത്തരം ശരിയാവുള്ളൂ. 17 തെറ്റാണ്, 16 ശരി. അടുത്തത് 2020 ഫെബ്രുവരി 1 ശനിയാഴ്ച. 2020 മാർച്ച് 1 ഏത് ദിവസമാണ്? ഇത് നമ്മളെ തെറ്റിക്ക് എങ്ങനെയാണെന്നറിയോ? ഈ വർഷമാണ് 2020 എന്ന് പറയുന്ന വർഷം. 2020ന്റെ പ്രത്യേകത എന്താ? ഇതൊരു അധിവർഷമാണ്. അതായത് ഫെബ്രുവരി 29 ഉണ്ട്, മാർച്ച് 1 കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫെബ്രുവരി 29 കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണല്ലോ മാർച്ച് 1. ഫെബ്രുവരി 29 ഏതാണെന്ന് നോക്കിയാൽ മതി. അത് സിമ്പിൾ ആണ് അല്ലേ? ഫെബ്രുവരി 1 ശനിയാഴ്ച, 8 ശനിയാഴ്ച, 15 ശനിയാഴ്ച, 22 ശനിയാഴ്ച, 29 ശനിയാഴ്ച. ഫെബ്രുവരി 29 ശനിയാഴ്ച. അപ്പൊ മാർച്ച് 1 എന്താണ്? ഞായറാണ്. അതിന്റെ ഉത്തരം. അടുത്തത് വിട്ടുപോയ അക്കം 4, 10, 6, 13, 8. നിങ്ങളിത് എത്ര ശ്രദ്ധയോടെ നോക്കിയാലും ഒരാശയക്കുഴപ്പമുണ്ടാകുക. കാരണം 4 കഴിഞ്ഞിട്ട് 10, പിന്നെ കുറഞ്ഞ 6, പിന്നെ കൂടി 13, പിന്നെ കുറഞ്ഞ 8, അങ്ങനെ വരും. അപ്പൊ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് മനസ്സിലാവേണ്ട കാര്യം അറിയോ? ഇതിനകത്ത് 2 പാറ്റേൺ ഉണ്ട്. അത് ഓർമ്മിച്ചാൽ മതി. 2 പാറ്റേൺ ഇതിന്റെ മിശ്രിതമാണ്. അതെങ്ങനെയാണ്? 4, 6, 8 അങ്ങനെ പോകും.
അതാണ് ഒന്നാമത്തെ പാറ്റേൺ. രണ്ടാമത്തെ പാറ്റേൺ 10, 13. 10നോട് 3 കൂട്ടി 13ന്റെ കൂടെ 3 കൂട്ടുക, എത്രയാ? 16. അപ്പൊ ഇവിടെ 16 ആണ് ഇതിന്റെ ഉത്തരം. അത് മാത്രം ഓർമ്മിച്ചാൽ മതി. 4, 6, 8. ഇവിടെ 13 കഴിഞ്ഞ് 16, പിന്നെ വരുന്നത് 10 ആണ്. ഈ 10 പിന്നെ അങ്ങോട്ട് വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഉത്തരം എത്രയാണ്? 16. അടുത്ത ചോദ്യം, 50 - 15 ഹരിക്കണം 3 ഗുണിക്കണം 10 പ്ലസ് 27. ഈ ചോദ്യം ഞാൻ താഴെ എഴുതാം. 50 - 15 ഹരിക്കണം 3 ഗുണിക്കണം 10 പ്ലസ് 27. ഇത് നമ്മൾ തെറ്റിക്ക് എങ്ങനെയാണെന്ന് അറിയോ? നമ്മൾ അറിയണം ഇതിൽ ഏതാണ് ആദ്യം വരിക? ഗുണനമാണോ, ഹരണമാണോ, സങ്കലനമാണോ, വ്യവകലനമാണോ? ഏതാ? ഹരണമാണോ. ഇതാണ് ആദ്യം വരിക. അതിനുശേഷമാണ് ഗുണനം വരിക, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്. അപ്പം 15 ഹരിക്കണം 3 എത്രയാ? 5 ഗുണിക്കണം 10 എത്രയാ? 50. അപ്പം ഇവിടെ ഹരണം കഴിഞ്ഞു, ഗുണനം കഴിഞ്ഞു, അങ്ങനെ കിട്ടിയതാണ് 50. ഇനി ബാക്കി എന്താണത്? 50 - 50 പ്ലസ് 27. ഇതിപ്പോ ഇനി എങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. 50ൽ നിന്ന് 50 കുറച്ചിട്ട് 27 കൂട്ടാം, അല്ലെങ്കിൽ 50ഉം 27 കൂടെ കൂട്ടിയിട്ട് -50 എല്ലാം കണക്ക് തന്നെയാണ്. 50ൽ നിന്ന് 50 കുറച്ച് 0 അതിന്റെ കൂടെ 27 കൂട്ടിയാൽ ഉത്തരം 27. അടുത്ത ചോദ്യം, ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്. പരപ്പളവ് 1500 ചതുരശ്ര മീറ്റർ. പുരയിടത്തിന് ചുറ്റും കിട്ടുന്ന വേലിയുടെ നീളം എന്ത്? അപ്പൊ ഇത് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേമാതിരി, അതായത് ഒരു ചതുരാകൃതിയിലുള്ള പുരയിടം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ചിത്രം വരയ്ക്കുക. ചതുരാകൃതിയിലുള്ള പുരയിടം, എന്നിട്ടോ 50 മീറ്റർ നീളം, പരപ്പളവ് 1500 ചതുരശ്ര മീറ്റർ, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ മീറ്റർ, തെറ്റൊന്നുമില്ല. ഇത് ചതുരശ്ര മീറ്റർ എന്നാണ് അർത്ഥം. ചോദിച്ചിരിക്കുന്നത് എന്താ? ചുറ്റും കിട്ടുന്ന വേലിയുടെ നീളം എത്ര? ചുറ്റും കിട്ടുന്ന വേലിയുടെ നീളം എന്ന് പറഞ്ഞാൽ ചുറ്റളവ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ചുറ്റളവ് കാണാൻ എന്ത് വേണം? ഇതിന്റെ നീളവും വീതിയും കിട്ടിയാൽ മതി. 1500 ചതുരശ്ര മീറ്ററും തന്നിട്ടുണ്ടല്ലോ, നീളം 50 മീറ്ററും തന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ വീതി എന്താ? വീതി 1500നെ 50 കൊണ്ട് ഹരിക്കുക, 30 കിട്ടും. വീതി 30 കിട്ടി. ഇനി ഇതിന്റെ ചുറ്റളവ് കാണാൻ 50ഉം 30ഉം കൂടെ കൂട്ടുക, 80. അതിനെ 2 കൊണ്ട് ഗുണിക്കുക, 160 മീറ്റർ. ഇതിന്റെ ചുറ്റും കിട്ടുന്ന വേലിയുടെ നീളമാണിത്, 160 മീറ്റർ.